രോഗശാന്തിക്ക് വേണ്ടി മാത്രമാകരുത് ദൈവത്തെ ആശ്രയിക്കുന്നത്. നിന്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാകരുത്. നിനക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളപ്പോൾ മാത്രം ദൈവത്തിൽ ആശ്രയിക്കുക. ഏതെങ്കിലുമൊക്കെ ഊരിൽ ചെന്ന് ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നീ പോകാൻ പാടില്ലാത്ത ഒരൊറ്റ ഊരിലും പോകരുത്. പാരമ്പര്യത്തിൽ നിന്ന് ദൈവം നിന്നെ വേർതിരിച്ച് നടേണ്ടടുത്ത് നട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഫലം കായ്ക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കപ്പെടണം. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. അവർ ബെത്സദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ, ഒരിക്കൽ കൂടെ തൊട്ടു, കണ്ണിന്മേൽ കൈവച്ചാറേ, അവൻ സൗഖ്യം പ്രാപിച്ച് മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. ബത്സയിദിലെ കുരുടനെ യേശു സൗഖ്യമാക്കിയത്. ആദ്യം തൊട്ടു അവന് ഹാഫ് കണ്ടീഷൻ ഹീലിംഗ് കിട്ടി. അവൻ പറഞ്ഞു, പിറുവിറുത്തൊന്നുമില്ല, നീ കാണുന്നു എന്നാൻ പറഞ്ഞേ. കുറച്ചുകൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, മരങ്ങൾ പോലെ വ്യക്തമല്ല. ശരി, വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവ് തൊട്ടു. ഇനി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നു, സ്പഷ്ടമായി കണ്ടു, നന്നായി കണ്ടു, ശരിയായി. അവൻ്റെ പ്രശ്നം ഇവിടെ സോൾവായി. പക്ഷേ ഈ പ്രശ്നം ദൈവം ഇവിടെ സോൾവ് ചെയ്തപ്പോൾ ചില കാര്യാദികൾ അവിടെ കർത്താവ് ചെയ്യുകയായിരുന്നു. 23-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിച്ചു, അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി. 26-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നീ ഊരിൽ കടക്ക പോലും അരുത്. 1, ഊരിൽ നിന്ന് അവനെ വെളിയിൽ കൊണ്ടുപോയി. 2, അവനെ സൗഖ്യമാക്കിയിട്ട് അങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞു. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നാണ് ദൈവത്തിൻ്റെ വചനം. ഒരിക്കൽ ശൗൽ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ തിരസ്കരിച്ചത് തൻ്റെ രാജസ്ഥാനം തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു പോയി ദൈവത്തിനാണ് എന്ന് പറഞ്ഞ് ശബദാർപ്പിത വസ്തുക്കളിൽ ഏറ്റവും മേൽത്തരമായിട്ടുള്ള മേധസ്സുള്ള കിടാക്കളെ, പശുക്കിടാങ്ങളെ, ആട്ടിൻകിടാങ്ങളെ അവനെടുത്തു. എന്തിനാണ് നീ ഇതെടുക്കുന്നത്? ദൈവം എടുക്കരുതെന്നല്ലേ പറഞ്ഞത്? ഞാൻ എടുക്കുന്നത് ദൈവത്തിന് യാഗം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകുമ്പോൾ കൊണ്ട് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെടുക്കുന്നു എന്ന് പറഞ്ഞ് മേൽത്തരമായിട്ടുള്ള ആ കാളകളുടെ മേധസ് കണ്ടപ്പോൾ അവിടെ വിട്ടേച്ച് പോകാൻ അവന് തോന്നിയില്ല. അവന് കൊണ്ടുവന്ന് പള്ളിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ എടുത്തപ്പോൾ ദൈവം അതിൽ പ്രസാദിച്ചില്ല. കാരണം നീ എത്ര മേധസ്സുള്ളത് എനിക്ക് കാഴ്ച കൊണ്ടുവച്ചാലും ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇവനെ സൗഖ്യമാക്കാൻ വേണ്ടി ഊരിന് പുറത്തു കൊണ്ടുപോയത്. ഇവന് ഊരിനകത്താണെങ്കിൽ അവന് സൗഖ്യം കിട്ടത്തില്ല എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തായിരിക്കും ഇവിടെ പറയുന്ന ഊര്? നിങ്ങൾ ഒരു കാലഘട്ടം മുഴുവനും ഒരുപക്ഷെ ആശ്രയം വച്ചിരുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുർശക്തിയായിരിക്കാം ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൻ്റെ ഊര്. പക്ഷെ ദൈവം ആ ശക്തിയുടെ അടിമത്വത്തിൽ നിന്ന് കൈപിടിച്ച് അവനെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അവന് രോഗശാന്തി കൊടുത്തു. ഊരിൻ്റെ പുറത്തു കൊണ്ടുപോയി. എൻ്റെ കർത്താവ് ചിലരെ സൗഖ്യമാക്കുന്നതിൻ്റെ പിന്നിലൊന്നുണ്ട്. നീ ഒരു ഭാഗത്തിൽ പിടിക്കാൻ പാടില്ലാത്തതിനെ കയറി പിടിച്ച്, ആശ്രയം വയ്ക്കാൻ പാടില്ലാത്ത ചിലതിനെ ചെന്ന് ആശ്രയം വെച്ച്, നീ ചെന്ന് സഹകരിക്കാൻ പാടില്ലാത്തടത്ത് ചെന്ന് നീ സഹകരിച്ചിട്ട് നിനക്ക് രോഗശാന്തി തന്നു കഴിഞ്ഞാൽ ആ രോഗശാന്തി നിലനിൽക്കത്തുമില്ല. ദൈവം വെറും ഓരോ
രോഗശാന്തി ഡിസ്പെൻസറി നടത്തുന്നയാളായിട്ട് മാറുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നീ നിൽക്കേണ്ടടുത്ത് ആദ്യം നിൽക്കണം. നിന്നെ കൊണ്ടുപോകേണ്ടടുത്ത് ഞാൻ കൊണ്ടുപോകും. ആകയാൽ അവന് ഊരിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഈ ഊരിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ല. ഒരുപക്ഷേ ചില പാരമ്പര്യമായ ചില കുടുംബമാകുന്ന ഊരുകൾ, നീ ഏതെങ്കിലും ഒരു പാരമ്പര്യമായ കുടുംബം, പ്രാഗൽഭ്യം പറയത്തക്കതായിട്ടുള്ള, പാരമ്പര്യം പറയത്തക്കതായിട്ടുള്ള, കുടുംബപരമായിട്ടുള്ള കുറേ ആദർശങ്ങളും മറ്റ് കാര്യാദികളെല്ലാം പറയത്തക്ക ഒരു കുടുംബത്തിലാണെങ്കിൽ ദൈവം അതിനകത്തു വച്ച് സൗഖ്യമാക്കത്തില്ല. ആദ്യം നിന്റെ ആ പാരമ്പര്യത്തെ ബന്ധിക്കും. ആദ്യം ആ പാരമ്പര്യത്തെ ഒന്ന് കെട്ടും. ആദ്യം ആ പാരമ്പര്യത്തിൽ നിന്ന് നിന്നെ അടിച്ചു പുറത്തു കൊണ്ടുവരും ദൈവം. ഇന്ന് രാത്രിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസഭ മനസ്സിലാക്കണമേ, ദൈവം ഒരു പ്രത്യേക ഉദ്ദേശമില്ലാതെ അല്ല നിന്നെ ചിലയിടത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. നിന്നെ ചിലയിടത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ പിന്നെയും ആ ഊരിൽ കയറാൻ പാടില്ല. ചില പാരമ്പര്യ സഭകളിൽ നിന്ന്, ചില പാരമ്പര്യം പറയുന്ന ദേശങ്ങളിൽ നിന്ന്, ചില പാരമ്പര്യം പറയുന്ന കുടുംബത്തിൽ നിന്ന്, ചില പാരമ്പര്യം പറയുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ സൗഖ്യം ദൈവം തന്നുവെങ്കിൽ, കർത്താവേ ഇനി നീ പുറത്താക്കിയ ഊരിൽ ഞാൻ തിരിച്ചു കയറത്തില്ല. സ്തോത്രം. യേശു കർത്താവ് ഒരു വാണിംഗ് കൊടുത്തു, ഇനി ഊരിൽ കയറരുത്, അരുതെന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഊരിൽ കടക്ക പോലും ചെയ്യരുത്, അരുത്. കർത്താവ് വാണിംഗ് കൊടുത്തിട്ടാണ് പോയത്. 2 പ്രാവശ്യം തൊട്ടവനെ സുഖപ്പെടുത്തി, അവൻ്റെ കണ്ണിനെ ശരിയാക്കി, അവന് കൊടുക്കേണ്ടുന്ന സ്നേഹവും അംഗീകാരവും നന്മയും എല്ലാം കൊടുത്തു. അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. പക്ഷെ ഒരു വാണിംഗ് കൊടുത്തു, ഇനി ഊരിൽ കയറരുത്. സുഹൃത്തെ, രോഗശാന്തിക്ക് വേണ്ടി മാത്രമാകരുത് നീ ദൈവത്തെ ആശ്രയിക്കുന്നത്. നിന്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാകരുത് നീ ദൈവത്തെ ആശ്രയം വയ്ക്കുന്നത്. നിനക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളപ്പോൾ മാത്രം ദൈവത്തിൽ ആശ്രയിക്കുക. അത് കഴിഞ്ഞിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏതെങ്കിലുമൊക്കെ ഊരിൽ കടന്നു ചെന്ന് ഏതെങ്കിലുമൊക്കെ ഊരിൽ ചെന്ന് ആശ്രയം വയ്ക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നീ പോകാൻ പാടില്ലാത്ത ഒരൊറ്റ ഊരിലും പോകരുത്. പാരമ്പര്യത്തിൽ നിന്ന് ദൈവം നിന്നെ പറിച്ചെടുത്ത്, പാരമ്പര്യത്തിൽ നിന്ന് ദൈവം നിന്നെ വേർതിരിച്ച് നടേണ്ടടുത്ത് നട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഫലം കായ്ക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കപ്പെടണം. അതാണ് ദൈവഹിതം, അതാണ് ദൈവത്തിന് ഇഷ്ടം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഉപേക്ഷിച്ചത് തിരിച്ചെടുക്കരുത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കപ്പെടുന്ന സമയത്ത് ക്ഷുദ്രക്കാരും നായ്ക്കളും സ്വർഗരാജ്യത്തിന് ഓഹരിക്കാരായി തീരത്തില്ല എന്ന് നായ്ക്കളെ കുറിച്ച് പറയുന്നത്. വേണ്ടാന്ന് വച്ചത് വീണ്ടും ഛർദ്ദിച്ചതിനെ തിരിച്ചെടുക്കുന്ന ഒരു വിഭാഗം. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വേണ്ടാന്ന് വെച്ചത്, ഒരു കാലഘട്ടത്തിൽ നമ്മൾ വർജിച്ചത്, ഒരു കാലഘട്ടത്തിൽ ഇനി എനിക്കിത് വേണ്ടാന്ന് വെച്ചത്, പിന്നത്തേതിലേക്ക് സാഹചര്യങ്ങൾ മാറിയും തിരിഞ്ഞു വന്നപ്പോൾ ഇച്ചിരി പോയാ കുഴപ്പമെന്താ? പത്രോസിനെ ദൈവം പാരമ്പര്യത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു തൻ്റെ മേലൊരു പുത്തൻ അഭിഷേകത്തെ കൊടുത്ത്, തൻ്റെ അർഹതയ്ക്കപ്പുറമായിട്ട്, തൻ്റെ അയോഗ്യതകൾക്കപ്പുറമായിട്ട് അവനെ യോഗ്യനാക്കി തീർത്ത് ദൈവം വിളിച്ചു വേർതിരിച്ച സമയത്തിലേക്ക് ഒരു പീഡാനുഭവം, ഒരു കഷ്ടാനുഭവം, ഒരു പരിശോധന, ശുശ്രൂഷക്കെതിരായിട്ട് കടന്നു വന്ന സമയത്തിലേക്ക് ഉടനടി അവൻ ചെന്ന് ആശ്രയിച്ച സ്ഥലം അവൻ മഹാപുരോഹിതൻ്റെ അരമനയുടെ നടുമുറ്റം. ദൈവം അവന് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൗലൂസിനെ പിന്നെ തിരിച്ചുവിട്ടില്ല, പത്രോസിനെ തിരിച്ചുവിട്ടില്ല. ഇവരെയൊക്കെ പാരമ്പര്യത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് ഇറക്കിക്കൊണ്ട് വന്നുവെങ്കിൽ നിനക്ക് തിരിച്ച് ഇനി ഒരു പ്രവേശനം അവിടെ ഇല്ല. കൂറിൻ്റെ നിയമപ്രകാരം അനുസരിച്ച് പൗരോഹിത്യ ശുശ്രൂഷയെ പൂർണ്ണമായിട്ട് വെട്ടി നിർത്തി, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് സ്നാപക യോഹന്നാനിൽ തുടങ്ങി ശുശ്രൂഷയുടേതായിട്ടുള്ള കൈമാറ്റം ആരംഭിച്ചു. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നുള്ള വ്യവസ്ഥ പ്രകാരം ആരാധനയിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ആയിരിക്കപ്പെട്ട സമയത്തിലേക്ക് പത്രോസ് ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് തിരിച്ചു വീണ്ടും മഹാപുരോഹിതൻ്റെതായിട്ടുള്ള അരമനയുടെ നടുമുറ്റത്ത് കയറിയപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, നീയും അവൻ്റെ കൂടെ ഉള്ളതല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അതുവരെയും കമാൻഡ് മിണ്ടാത്ത, അതുവരെ സ്വന്തം ഗുരുവിനെതിരായിട്ട് ഒരു വാക്ക് പോലും കൽപ്പിക്കാത്ത, സ്വന്തം ഗുരുവിനെ പൂർണ്ണമായിട്ട് പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിച്ചിരുന്ന പത്രോസ് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ കാല് ചവിട്ടാൻ
പാടില്ലാത്തടത്ത്, പോകാൻ പാടില്ലാത്തടത്ത് പോയ സമയത്തിൽ തന്നെ അവൻ അരിമനാഥനായ ക്രിസ്തുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. ഇവനെ എനിക്കറിയത്തില്ല. എന്തുകൊണ്ട്? ഊരിൻ്റെ പുറത്ത് ദൈവം ഇവനെ കൊണ്ടുപോയി. പക്ഷേ തിരിച്ചവൻ പ്രവേശിക്കാൻ പാടില്ലാത്ത ഊരിൽ കയറി. നിന്റെ ചില സുഹൃത്ത് ബന്ധങ്ങൾ, നിങ്ങളുടെ ചില കൂട്ടുകെട്ടുകൾ, ദൈവം അതിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചു. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാ, ഈ കഴിഞ്ഞ വർഷത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ നിന്റെ സുഹൃത്തുക്കളൊക്കെ എവിടെയായിരുന്നു? നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെവിടെയായിരുന്നു? നിങ്ങളുടെ ബന്ധുക്കളും മിത്രാദികളും സുഹൃത്തുക്കളുമൊക്കെ എവിടെ? നിന്റെ കയ്യിൽ കാശില്ലായിരുന്നപ്പോൾ ആർക്കും നിന്നെ വേണ്ട. നിന്റെ ശരീരത്തിൽ ആരോഗ്യമോ സൗഖ്യമോ ഇല്ലാതിരുന്നപ്പോൾ നിന്നെ ആർക്കും വേണ്ട. നീ ഈ കാലഘട്ടങ്ങൾ നിന്ദകളിലൂടെയും പരിഹാസത്തിലൂടെ നടന്നപ്പോൾ ആരുമില്ല. നീ ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുന്ന കർത്താവ് നിന്നെ ആ സുഹൃത്തുക്കളായിരിക്കുന്ന ഊരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, ആ പാരമ്പര്യം പറയപ്പെടുന്ന ബന്ധുമിത്രാദികളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരൊറ്റയാൻ പടപോരാട്ടത്തിന്റെ മധ്യത്തിലേക്ക് ഒടുവിൽ ദൈവം നിന്നെ സൗഖ്യമാക്കി വിടുവിച്ച് അനുഗ്രഹിച്ചപ്പോൾ ഇപ്പോ ക്യൂ ആണ് നിന്നെ കാണാൻ ആൾക്കാര്. നിനക്കിപ്പോൾ യേശുവിനെ ആരാധിക്കാൻ സമയമില്ല, നിനക്കിപ്പോൾ പള്ളിയിൽ പോകാൻ സമയമില്ല, നിനക്കിപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയമില്ല, നിനക്കിപ്പോൾ സുഹൃത്തുക്കളുടെ കാര്യം നോക്കാനും ബന്ധുക്കളുടെ കാര്യം നോക്കാനും ഒരു കാലഘട്ടത്തിൽ വേണ്ട എന്ന് വെച്ച സകലത്തെ തിരിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആലോചനയുടെ മധ്യത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, കർത്താവേ നിനക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട. യെരിഹോ ശപിക്കപ്പെട്ട ഒരു പട്ടണം. എന്നാൽ യെരുശലേമിനെ സംബന്ധിച്ചിടത്തോളം ഭക്തിസാന്ദ്രമായ അനുഭവമായിരുന്നു. യോശുവയുടെ കാലഘട്ടത്തിൽ തന്നെ, ദാവീദിന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ യെരിഹോവിനെ സംബന്ധിച്ചിടത്തോളം ശാപം. ജോസഫിന്റെ കാലഘട്ടത്തിൽ അവനെ പൊട്ടക്കണത്തിലിടുകയും ദാവീദിന്റെ കാലഘട്ടത്തിൽ കുരുടന്മാർ നിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കളയപ്പെടുമെന്നുള്ള വെല്ലുവിളികളും, യോശുവയുടെ കാലഘട്ടത്തിലേക്ക് ദൈവവും ദൈവനാമവും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അഭിഷിക്ത ഭക്തന്മാർ പട്ടണത്തെ അവകാശമാക്കുകയും ആ പട്ടണത്തെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ട് ഈ പട്ടണത്തിൽ ദൈവജനം കടക്കരുത്, ഈ പട്ടണം ഇനി ശപിക്കപ്പെട്ടതായിരിക്കും, ഇവിടെ ആരെങ്കിലും പണിയുന്നുവെങ്കിൽ അവന്റെ മകൻ മരിച്ചു പോകും, ഇങ്ങനെ തുടങ്ങിയുള്ള ചില ശാപങ്ങൾ അതിന്റെ മധ്യത്തിൽ കടന്നപ്പോൾ ഒരു സുഹൃത്ത് യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ബിസിനസ്സിന് വേണ്ടി പോയി. ശരിയാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ടാകും, അതുകൊണ്ട് അവൻ പോയി. പക്ഷേ അവൻ അവിടെ ചെന്ന് പെടാൻ പറ്റിയില്ല. വഴിക്ക് വെച്ച് കള്ളന്മാരുടെ കയ്യിൽ അവൻ അകപ്പെട്ടു. എന്തുകൊണ്ടാ? പ്രാർത്ഥനയുള്ള സ്ഥലത്ത് നിന്ന്, ആരാധനയുള്ള സ്ഥലത്തു നിന്ന്, കൂട്ടായ്മ ബന്ധമുള്ള സ്ഥലത്തിൽ നിന്ന് അവൻ നേരെ കടന്നുപോയത് ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഇല്ലാത്ത ശപിക്കപ്പെട്ട പട്ടണത്തിലേക്ക് കടന്നുപോയപ്പോൾ അവൻ കള്ളന്മാരുടെ പിടിയിൽ അകപ്പെട്ടുവെങ്കിലും സ്നേഹസ്വരൂപനായിരിക്കുന്ന നല്ല ശമരിയക്കാരനായിരിക്കുന്ന ക്രിസ്തു അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ഒരു 100 ഗ്രാം ബോട്ടിൽ എണ്ണയും അതോടനുബന്ധിച്ച് ഒരു 200 ഗ്രാം ബോട്ടിലിൽ അത് വീഞ്ഞു ചുവന്ന കളർ മുന്തിരിച്ചാറിൽ ഉണ്ടാക്കിയ വീഞ്ഞും അതോടനുബന്ധിച്ച് ഒരു ഒലിവ് ഓയിലുമായിട്ട്, ഒലിവ് ബ്രാൻഡിൽപ്പെട്ട ഒലിവ് ഓയിലുമായിട്ട് ഇതാ കടന്നു പോവുകയാണ്. അവൻ വീഞ്ഞുണ്ട്, അവൻ്റെ കയ്യിൽ ഒലിവ് ഓയിലുണ്ട്. ഇതുമായിട്ട് നല്ല ശമരിയക്കാരൻ. അതിനു മുമ്പ് ഒരു പുരോഹിതന് കടന്നുപോയി, അവൻ്റെ കയ്യിൽ എണ്ണയുമില്ല വീഞ്ഞുമില്ല. ആരെങ്കിലും വീഞ്ഞും എണ്ണയും കൊണ്ട് പോകുന്നുവെങ്കിൽ അവനെ 10 കുറ്റവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പുരോഹിതൻ അതുവഴി പോയിട്ട് എണ്ണയും വീഞ്ഞും അവൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് കണ്ടിട്ടും കാണാത്ത ഭാവത്തിലേക്ക് കടന്നുപോയി. അടുത്തൊരു ലേവ്യൻ അതുവഴി കടന്നുപോയി. അവൻ ബുദ്ധിമാനാണ്, ശക്തിമാനായിരിക്കുന്നു, അറിവിൻ്റെ ഉസ്താദാണ്. അവന് ബൈബിളിലെ ഏത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എടുത്തു പറയുവാൻ കഴിയപ്പെടുന്ന വലിയൊരു പരീക്ഷനായിരുന്നു. വീഞ്ഞിനെ കുറ്റം പറയാൻ അവന് 100 നാവാണ്. അതോടൊപ്പം ഒലിവിൻ്റെ എണ്ണയെ കുറ്റം പറയാൻ 100 നാവാണ്. പക്ഷേ ഈ നല്ല ശമരിയാക്കാരനായിരിക്കുന്ന ക്രിസ്തുവുണ്ടല്ലോ, സ്വന്തം ഈ വീഞ്ഞിനെ ആര് കുറ്റം പറഞ്ഞാലും ശരി തന്നെയാണ്, ഈ എണ്ണയെ ആര് കുറ്റം പറഞ്ഞാലും ശരി തന്നെയാണ്. വഴി കിടക്കുന്നവനറിയാം ഇതിൻ്റെ ടേസ്റ്റ്, വഴി കിടക്കുന്നവനറിയാം ഇതിൻ്റെ മാഹാത്മ്യ. കുതിരപ്പുറത്ത് കടന്നു പോകുന്നവനും കഴുതപ്പുറത്ത് കടന്നു പോകുന്നവനും ഒരിക്കലും ഒരു വിധത്തിലേക്ക് ഇതിൻ്റെ മാഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാകത്തില്ല. പക്ഷെ കള്ളന്മാരുടെ പിടിയിൽ അകപ്പെട്ട് ആക്രമണത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവന്റെ അടുക്കൽ പോകണമെങ്കിൽ എൻ്റെ മക്കള് വീഞ്ഞും വേണം, എണ്ണയും വേണം, കാശും വേണം. അവൻ ഓടിച്ചെന്നു ആ മുറിവിലേക്ക്. അതേ സ്തോത്രം, എണ്ണ പുരട്ടി ആശ്വാസം. പക്ഷേ
അതിനേക്കാളും അപ്പുറമല്ലേ മനസ്സിന് ബാധിച്ച വേദന. പുറമേയുള്ള രോഗശാന്തി മാത്രമല്ലല്ലോ, അതൊരു പരിധി വരെ. പക്ഷേ ഉള്ളിനകത്തവൻ തളർന്നിരിക്കുകയാണ്, ഉള്ളിനകത്തവൻ നിരാശപ്പെട്ടിരിക്കുകയാണ്. ആ വീഞ്ഞെടുത്തവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അവൻ നുകർന്നു. ആശ്വാസത്തോടെ അവൻ കുടിച്ചപ്പോൾ അവൻ്റെ മനസ്സിന് വലിയ സമാധാനം കിട്ടി, വലിയ ശാന്തി കിട്ടി, വലിയൊരു ആശ്വാസം അവനുണ്ടായിരുന്നു. അവനെ എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി നേരെ അടുത്തുള്ളൊരു വഴിയമ്പലക്കാരൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതാ അനുഗ്രഹത്തിൻ്റെ കൈമാറ്റം നടക്കുകയാണ്. സ്തോത്രം. ആമേൻ. എല്ലാ കാലഘട്ടത്തിലും നിന്നെ പോറ്റാൻ ഞാൻ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. വഴി കിടന്നവനെ പുരോഹിതൻ എടുക്കാതിരുന്നപ്പോൾ, ലേവ്യൻ എടുക്കാതിരുന്ന സമയത്തിലേക്ക് സ്തോത്രം 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 ഈ നല്ല ശമരിയക്കാരൻ കടന്നു വന്ന് അവനെ എടുത്തതിന് ശേഷം വഴിയമ്പലക്കാരൻ്റെ അടുക്കൽ കൊണ്ടുപോയിട്ട്, ഞാൻ കർത്താവിൻ്റെ ആളാണ്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ നല്ല ശമരിയക്കാരനാണ്, അതുകൊണ്ട് യവനെ നീ ഓസിന് നോക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, ഈ പണ്ടി തന്നെ അത് പോട്ടെന്ന് പറയും. അതുകൊണ്ട് അവൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. ആ കാശെടുത്ത് അവന് കൊടുത്തു. ഇനി ബില്ല് കൂടുതൽ വരികയാണെങ്കിൽ അതും ഞാൻ ചെയ്യാം. എടാ, 10 പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലയോ വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയപ്പെടത്തേ ഉള്ളൂ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. എല്ലാ കാലഘട്ടത്തിലും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഇല്ലായ്മയും പറഞ്ഞുകൊണ്ടല്ല, നമ്മുടെ കർത്താവ് നമുക്ക് സമൃദ്ധി നൽകാൻ വേണ്ടി വാഗ്ദത്തം ചെയ്തവൻ. അബ്രഹാമിനെ അനുഗ്രഹിച്ചവൻ, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചവൻ, യാക്കോബിനെ അനുഗ്രഹിച്ചവൻ, ഇയ്യോബിനെ അനുഗ്രഹിച്ചവൻ, ഇവരെല്ലാം ആ നാട്ടുകളിലേതായിട്ടുള്ള ഭൗതിക നന്മകളിൽ അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ തൻ്റെ ഭക്തന്മാരുടെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്ന ഒരു കർത്താവ് നമുക്ക് നന്മ നൽകപ്പെടുമ്പോൾ ഇതുപോലെ വഴിയമ്പലത്തിൽ ചിലരെ കൊണ്ടേൽപ്പിക്കുവാനും വഴിയിൽ കിടക്കുന്ന ചിലതിനെ എടുത്ത് രക്ഷിക്കുവാനും വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നന്മയാണ്. ഊരിന് പുറത്ത് ഇവനെ കൊണ്ടുപോയി സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, ഇനി ഊരി കടക്കരുത്, സന്ദേശം മറക്കരുത്, തിരിച്ചു പോകരുത്, വീട്ടിൽ പോകരുതെന്നല്ല, പാപത്തിലേക്ക് പോകരുത്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലേക്ക് പോകരുത്, പാരമ്പര്യ ആരാധന ശൈലികളിലേക്ക് പോകരുത്, ദൈവഹിതമില്ലാത്ത യാതൊരു സ്ഥലത്തിലേക്കും ഒരു ആത്മീക അനുഗ്രഹത്തിനു വേണ്ടി നീ പോകരുത്. ആത്മീകമായി എന്ന് പറഞ്ഞ്, ആത്മീകം ഞാൻ ഉദ്ദേശിച്ചത് സത്യസന്ധമായിട്ടുള്ള ഒരു ആത്മീകതയല്ല. ഏതെങ്കിലും ചോദിച്ചറിയാൻ പറയുന്നതും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന സ്ഥലത്തിൽ ഇനി പോകരുത്. കർത്താവേ, ഞാൻ ഉപേക്ഷിച്ചത് തന്നെ, നീ എന്നെ വേർതിരിച്ചല്ലോ, നീ എന്നെ മാറ്റിയല്ലോ, ആകയാൽ ഞാൻ എൻ്റെ കർത്താവിനോട് പറ്റിപ്പിടിച്ചിരിക്കുക. ഹല്ലേലൂയ, എനിക്കൊരു തിരിച്ചുപോക്കില്ല, ഞാൻ ഇനി ആ ഊരിൽ കയറരുതെന്ന് പറഞ്ഞുവെങ്കിൽ ദൈവം ഞാൻ കയറത്തില്ല. കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ആമേൻ ഞാൻ ആ ഊരിൽ ഇനി കയറത്തില്ല. എൻ്റെ നാഥൻ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് എന്നെ സൗഖ്യമാക്കി. ആമേൻ. ദൈവമാത്മാവാകുന്നു, ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുന്ന പറഞ്ഞ് വേർതിരിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മരണം വരെയോ ഞാൻ പരിശുദ്ധാത്മാവിൽ ആരാധിക്കും.